ഈശോയുടെ നാമത്തിൽ മാത്രം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് വിളിക്കുന്നത്. ദുബായിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയ സമയത്ത് സിഗ്നൽ തെറ്റിച്ച് പ്രശ്നം വന്നു. ഒരാളെ ഫയൽ ഭയങ്കരമായിട്ട് അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവരെന്നെ ഉടനെ വിളിച്ച് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എനിക്ക് പറ്റിയപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം, ഫയൽ തരാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ആ സമയത്ത് വിളിച്ച് പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കണം. കേട്ടപ്പോഴേ പറഞ്ഞു കുഴപ്പമൊന്നും വരികയില്ല, കയ്യിലൊന്നും വേണ്ടി വരികയില്ല, ശരിയാകും പറഞ്ഞു. അതേപോലെ തന്നെ കാര്യം കുഴപ്പമില്ലാതെ ചോദിച്ചു. അതുകൂടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദുബായിൽ നിന്നിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് പെങ്ങളോട് ചോദിച്ചെന്നാ വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ പറഞ്ഞില്ലേ ചാച്ചപ്പേർക്ക് എനിക്ക് മാല കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മാലയൊക്കെ കൊണ്ടുപോകും. ഞങ്ങളുടെ കാര്യം കൂടെ അമ്മയെ കൂട്ടി നെടുമ്പാശ്ശേരി ഇങ്ങനെ വരുന്ന സമയത്ത് ഹൈവേയിലോട്ട് കയറിയില്ല. അതിനു മുമ്പ് അവിടെ നിന്ന് വണ്ടി നിർത്തി പെങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് റൂട്ട് പറഞ്ഞു കുഞ്ഞാങ്കിലോട്ടുള്ള രീതിയാണ്. അപ്പം വണ്ടി അവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞത് കഴുതേക്ക് കടന്ന് കയറി ഇങ്ങനെ ഇതാണ് കയറി പിടിച്ചോന്ന് പറഞ്ഞ അവിടേലോട്ട് കൊടുത്തു. അവളത് മടിയിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞിരുന്ന വണ്ടി പോരുന്ന സമയത്ത് ഇടയ്ക്ക് വണ്ടി നിർത്തേണ്ടി വന്നു. നിർത്തി പിന്നെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ മുമ്പിൽ ഇരുന്നോളെ പുറകോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. പുറകോട്ട് ഇറങ്ങിയിരുന്ന സമയത്ത് ഇവള് കഴുത്താനിട്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവൾ മടി വെച്ചിരിക്കുകയായിരുന്നു. താഴ്ന്നതായി ഞങ്ങളെല്ലാം മറന്നുപോയി. ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് മൂവാറ്റുപുഴ കഴിഞ്ഞാൽ 3 മണിക്കൂറിടയ്ക്ക് പെൺകുട്ടി ഓർമ്മ മാല ചാറ്റുന്നാണല്ലോ എന്തിയെന്ന് നോക്കിയിട്ട് അടുത്തൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞു ആ മോട്ടോർ സ്ത്രീധനത്തിൽ അത്രയും രൂപ പോയി എന്ന് വിചാരിച്ചോളാൻ പറഞ്ഞു. അപ്പം കുഞ്ഞാങ്ങളെ അവിടെ പറഞ്ഞു അല്ല എനിക്ക് തിരിച്ചു പോകണം, അവിടെ വണ്ടി നിർത്തിയെടുത്തൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് കാണാൻ വെച്ചു. അങ്ങോട്ട് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് പോയിട്ട് ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടു. വിദ്യാലയം അവിടെ ഇറങ്ങി കാരണത്തിൽ അടുത്തുകൊണ്ട് അവിടെ ഇറങ്ങി. ഞങ്ങൾ വെറുതെ ഒരു കടകളെ വരാണ്ടിരിക്കെ ഞാൻ കൂടെ ഇരുന്ന് അവളായിട്ട് വഴക്ക് പറയണമെന്ന് ഞാനും അവിടെ മാറിയിരുന്നു. പപ്പായും ഇറങ്ങി പോകുന്നു. കുഞ്ഞാങ്ങളെ മോളോടെ അങ്ങോട്ട് തിരിച്ചു പോയി. പ്രതീക്ഷയൊന്നുമില്ല. വെറുതെ അവിടെ നോക്കി അതിൻ്റെ ലക്ഷണം പറയാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളൊന്നും കണ്ടതുമല്ല, തുക പറയാനും അറിയത്തില്ല. അപ്പം ആങ്ങളെ പിന്നെ വെറുതെ അവിടെ ഇരിക്കുക, ഞാനും കൂടെ ഇരുന്നു. അവൻ പറഞ്ഞു വന്നപ്പോഴേ ഇങ്ങനെ അസ്വസ്ഥതയാണല്ലോ വരേണ്ടിയിരുന്നിരുന്നു. ഇല്ലടാ കുഴപ്പമൊന്നും വരികയില്ല, ദൈവം എല്ലാം ഞാൻ അത് കിട്ടുകയല്ലായിരുന്നു പറഞ്ഞു. എൻ്റെ നീ മോട്ടിച്ച മുതലൊന്നും അല്ലല്ലോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, പോവുകയല്ലാന്നല്ല ആശ്വാസം പറഞ്ഞെങ്കിൽ എനിക്കൊന്നും പ്രാർത്ഥിക്കാനും തോന്നില്ല. വെറുതെ ഞങ്ങൾ അവിടെ ഇരിക്കുക. പപ്പായുടെ കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ പിള്ളേരെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വരെ പരാതി കൊടുക്കുക, ആദ്യം കിട്ടിയെങ്കിൽ നല്ല വിഷയത്തെ ഏൽപ്പിച്ചെങ്കിൽ നമ്മളൊന്ന് കിട്ടുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പറയാം. പുള്ളി ബസ്സിലെ കയറി അവിടേക്ക് പോയി. മക്കള് കാറിൽ അങ്ങോട്ട് പോയി. ഈ വണ്ടി നിർത്തിയാൽ വരുന്ന വരെ മോളെ അക്ഷരം പിടിയിലോട്ട് ജമാൻ ഇരിക്കൊണ്ടിരുന്നു. ഞാൻ ആ വരാതെ ഇരുന്നു. ഇത്രയും മാത്രം പറഞ്ഞു ഈശോയെ അതിട്ട് വേണം ഇതെല്ലാം കാണാൻ പോകുന്ന സാധനം തിരിച്ചു തരുന്ന അന്തരീക്ഷ ഞാൻ അവിടെ ഒരു കുർബാന ചേരാൻ അന്തരീക്ഷോട് പറഞ്ഞു. ഞാൻ വലിയ ഭവനി ഒന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാകുന്ന ഇതും പറഞ്ഞു. നിയോഗം നേർച്ച വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഞങ്ങളുടെ പള്ളിയിൽ നേർച്ച പറയാം. ശുദ്ധീകരണത്തിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അവരോട് പ്രാർത്ഥിച്ചോട് ഞാൻ അവരോട് അത് ചെയ്തു. എന്നിട്ട് ഈ മോനെ ഞാൻ വെറുതെ എത്ര ദേവമാലാവേ ചെയ്തുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഒരു ദേവമാല എത്ര ദേവമാലാവേ ചെയ്തിട്ട് എനിക്കൊരു അനുഭവമുണ്ട്. ഏത് ഉത്തരവില്ലാത്ത പ്രതിസന്ധിയിൽ എനിക്കൊരു ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വെച്ച് ഞങ്ങൾ വെറുതെ എത്ര ദേവമാലാവേ ചെയ്തി വെറുതെ കൂടായിട്ട് അവിടേക്ക് ഇരുന്നു. അങ്ങനെ ഇരുന്ന് പപ്പ പോയി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ കാര്യം നോക്കട്ടെ, ഞങ്ങൾ ബസ്സേ വന്നോ, ഞാൻ ബസ്സേ വന്നോളാം, നിങ്ങൾ അവർ കിട്ടിയാലും കിട്ടിയില്ല നിങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് തിരിച്ചു പോകുന്ന കുടുംബം 3 ചിതറി. ദൈവം ഇത്രയുള്ള ലോകത്തിലെ ബന്ധങ്ങളും നോക്കി ഓർത്ത് ഞങ്ങൾ നിന്നു. 1 മണിക്കൂർ കൊണ്ട് ആൾക്കാർ തിരിച്ചു വന്നു. എന്നിട്ട് ഇങ്ങനെ ആങ്ങളെ ചോദിച്ചാൽ കിട്ടിയോടെ നിന്നു. അവളിങ്ങനെ നോക്കി കാണിച്ചു കരഞ്ഞോണം. ഇത് ചെന്ന് നോക്കുമ്പോഴത്തേന് ഈ സാധനം ആ വണ്ടി കൊണ്ട് നിർത്തിയിടത്ത് തന്നെ ആ പെരുവഴിയിൽ ഭയങ്കര മല്ലപ്പള്ളി കൂടെ പോകുന്നതിന്റെ തിരക്ക് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആ സാധനം അതേപടി ആ വഴി കിടക്കുക. ആൾക്കാർ ഇങ്ങനെ പോകുന്നു വരുന്നുണ്ട് അതിന്റെ പുറത്തുകൂടെ. എന്നിട്ടും ആരും കണ്ടുവൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 5 പേരെ എന്നിട്ട് തിരിച്ചു വന്നയാളെ പപ്പ വഴിയിൽ നിൽക്കുന്ന ആളിനെ വണ്ടിയെ തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ വെപ്രാളം ഫോണെല്ലാം കാണുന്നുണ്ടായി പോയിരുന്നു. ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ എല്ലാം ദൈവം ഒരുമിച്ച് കൂട്ടി നഷ്ടപ്പെട്ട സാധനം ഞങ്ങൾക്ക് തിരിച്ചും തന്നു. ഞാൻ ഈ നിയോഗം ഈ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഏറ്റവും നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗം. ഞങ്ങളുടെ ജീവിതം ശക്തമായിട്ട് അങ്ങോട്ട് ഒരു അനുഭവമായിരുന്നു.
നീ വിശ്വസിക്കുന്ന പോലെ വിശ്വാസത്തോട് കർത്താവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യ മനസ്സുകൾക്ക് താൻ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ അതാണ് എനിക്ക് ചെയ്തു തരും എന്ന് വിശ്വസിക്കുകയും ദൈവത്തോട് കണ്ണീരോട് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അടയാളങ്ങൾ ദൈവം അത് വേറെ ആരുടെയും കണ്ണുകൾക്ക് അത് കാണാൻ അനുമതി കൊടുത്തില്ല. അത് മൂടിയിട്ടു, അവരുടെ കണ്ണുകളെ മറച്ചു. ഇവരുടെ കണ്ണുകളെ വിശ്വാസ കണ്ണുകൾ ശക്തമായിരുന്നത് കൊണ്ട് അത് തുറന്നു. അത് പോയി എടുക്കുവാനായിട്ട് സാധിച്ചു. മറ്റാരും കാണുന്നില്ല, ഇവർ മാത്രം കാണുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വലിയ പ്രത്യേകിച്ച് ഇതുപോലുള്ള സംഭവങ്ങൾ ആ വസ്തുവിൻ്റെ വിലയേക്കാൾ അധികമായിട്ട് അവരുടെ ആ ഒരു സമ്മാനം കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് ശുഭകരമായതിനെ ബാധിക്കുമെന്നുള്ള ചിന്തകളും എല്ലാ ദൈവം മംഗളമാക്കിയതിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.